ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വഴി തുറക്കാനും വാതിലുകൾ തുറക്കാനും അനുഗ്രഹിക്കപ്പെടാനും നന്മ അനുഭവിക്കാനും തടസ്സങ്ങൾ നീക്കാനും തകർച്ചകൾ മാറാനും ഞാനടക്കമുള്ള എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബ്ലെസ്സിങ് എന്ന് പറയുന്നൊരു കാര്യം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു മനുഷ്യൻ ബ്ലെസ്സഡ് ആയിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന ദൈവം കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യനെ ദൈവം സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ്റെ കാര്യങ്ങളിൽ ഒരു നീക്കുപോക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ, അവന് വേണ്ടി ഏഞ്ചൽസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, അവൻ്റെ ജീവിതത്തിൽ മിറാക്കിൾസ് നടന്നിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു മനുഷ്യൻ്റെ മുഖം കണ്ട് മനസ്സലിഞ്ഞിട്ടല്ല, മനസ്സലിഞ്ഞിട്ടാണ്. മുഖം കണ്ട് മനസ്സലിഞ്ഞിട്ടല്ല, മനസ്സ് കണ്ട് മനസ്സലിഞ്ഞിട്ടാണ്. ഹൃദയം കണ്ട് മനസ്സലിഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ അവനെ ദൈവം അറിഞ്ഞിട്ടാണ്. നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, പുള്ളി ആദ്യം കണ്ടപ്പോൾ ഞാൻ നല്ല മനുഷ്യനാണെന്നാണ് വിചാരിച്ചത്, പക്ഷെ അങ്ങോട്ട് അടുത്തറിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നേ പുള്ളിയും ഇച്ചിരിയൊക്കെ പ്രശ്നമുള്ള ആളാണ്. പുള്ളി അങ്ങോട്ട് അടുത്ത് അറിഞ്ഞപ്പോഴാണ്, നമ്മളിങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്, നാട്ട് പഴമൊഴിയുണ്ട്, ഈ മാങ്ങാണ്ടിയോട് അടുത്ത് ചെല്ലുമ്പോഴേ മാങ്ങായുടെ ശരിക്കുള്ള പുളിപ്പ് അറിയത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ, ദൈവം ഒരു മനുഷ്യനെ കടാക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ, കടാക്ഷിക്കപ്പെട്ട മനുഷ്യൻ്റെ മനസ്സറിഞ്ഞിട്ടാണ്, അവൻ്റെ ഹൃദയം അറിഞ്ഞിട്ടാണ്. ഒരു മനുഷ്യൻ്റെ പോലും മുഖഭാവം നോക്കി യേശു ആരെയും സൗഖ്യപ്പെടുത്തിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, വായിച്ചിട്ടില്ല. ഒരു മനുഷ്യൻ്റെയും മറ്റൊന്നും കണ്ടിട്ട് കർത്താവ് അവൻ്റെ കേസ് ഡീൽ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ കർത്താവ് ചില കേസുകൾ മേൽ കൈവച്ചാൽ, കർത്താവ് ചില കേസിൻ്റെ മേൽ കൈവച്ചാൽ, ദൈവം ചില വിഷയത്തിൻ്റെ മേലൊന്ന് മുഖം തിരിച്ചാൽ, ദൈവം ചിലതിൻ്റെ മേൽ വിരലുകൊണ്ട് തൊട്ടാൽ അതിൻ്റെ മേൽ നീക്കുപോയി കൊണ്ടായിട്ടുണ്ട്. അത് ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ, ഉണ്ടായതിൻ്റെ പിന്നിലുള്ള കാരണം അത് ആ കുടുംബത്തിൻ്റെ മനസ്സറിഞ്ഞിട്ട്, അത് ആ വ്യക്തിയുടെ മനസ്സറിഞ്ഞിട്ട്, അത് ആ സമൂഹത്തിൻ്റെ മനസ്സറിഞ്ഞിട്ടാണ്. ഇന്ന് ഞാൻ ഈ സന്ദേശം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ആത്മാവിൽ ഇങ്ങനെ പറയുകയാണ്, ഇന്ന് പലർക്കും നിങ്ങളുടെ മുഖം ഭാവം കണ്ടിട്ട് പോലും മനസ്സലിയാതിരിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയം അറിയുന്ന ദൈവം, നിങ്ങളുടെ മനസ്സറിയുന്ന ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കൈവയ്ക്കട്ടെ. ആമേൻ. സങ്കീർത്തനങ്ങളിൽ ഇങ്ങനൊരു വാക്ക് കാണാം. അപ്പോൾ ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ. ഇത് നമ്മുടെ ജീവിതത്തിൽ ഓപ്പണിംഗ് നടക്കണമെങ്കിൽ ഞാൻ തുടക്കത്തിൽ തന്നെ കൺക്ലൂഷൻ പറഞ്ഞു കഴിഞ്ഞു. തുടക്കത്തിൽ തന്നെ ഒടുക്കത്തെ കൺക്ലൂഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ഒരു ഓപ്പണിംഗ് നടക്കുന്നതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ഹൃദയമാണ്, മനസ്സാണ്, അല്ലേ? ഹൃദയം കണ്ടിട്ടാണ് കർത്താവ് ദൈവത്തിൻ്റെ മനസ്സലിഞ്ഞെന്ന് നമ്മൾ പറഞ്ഞു, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ മീറ്റിംഗ് ഇനി നിങ്ങൾ സമീപിക്കേണ്ടത് ബുദ്ധി കൊണ്ടല്ല, ഈ സന്ദേശം ഇനി നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ബുദ്ധി കൊണ്ടല്ല, നിങ്ങളുടെ മനസ്സുകൊണ്ടായിരിക്കണം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. കാരണം ഒരു ഓപ്പണിംഗ് നടക്കാനുണ്ട്, ഒരു തുറവി നടക്കാനുണ്ട്. ആമേൻ. ഒന്ന് വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞേ. പറ്റുമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ, ആമേൻ എന്നൊന്ന് ടൈപ്പ് ചെയ്തേ. ആമേൻ. ഈ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 44-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമോ? ദൈവം അത് ശോധന ചെയ്യാതെ ഇരിക്കുമോ? അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ. മനസ്സറിയാൻ ഏറ്റവും നല്ല ചങ്ങാതി ദൈവമാണെന്ന് ഞാൻ പറയുന്നതിൻ്റെ പിന്നിലെ കാരണം ഇതാണ്. നമ്മൾ ചില വിഷയങ്ങൾക്ക് ഒരു വ്യക്തികളോട് നമ്മൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ആക്ച്വലി അവർക്ക്
നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്ന, അത് ഞാൻ അടക്കമുള്ള എല്ലാവരുടെയും കാര്യം കേട്ടോ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനൊരു പരിമിതിയുണ്ട്. അവരുടെ ഫേസ്, അവരുടെ കണ്ണുനീർ, അവരുടെ ഇമോഷൻസ്, അവർ പറയുന്ന കാര്യങ്ങൾ ഒരളവിൽ അത്ര വരെ മാത്രമേ മാനുഷികമായിട്ട് ഒരു മിനിസ്റ്റർക്ക് കടന്നു ചെല്ലാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും കടന്നു ചെല്ലാൻ പറ്റത്തുള്ളൂ. നമ്മുടെ മുമ്പിൽ കരയുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കും, നമ്മുടെ മുമ്പിൽ കരയും, അവർ വിഷയങ്ങൾ പറയും, അവരുടെ ഫേസ് എക്സ്പ്രഷനൊക്കെ നമ്മൾ ഒരു പരിധി വരെയൊക്കെ അവരുടെ അവസ്ഥയെ മനസ്സിലാക്കി തരും. എന്നാൽ പിന്നെ ഡീപ്പായിട്ട് നമുക്ക് കടന്നു ചെന്ന് അവരെ ശുശ്രൂഷിക്കാൻ കഴിയുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോഴാണ്. എങ്ങനെയാണ് ഈ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഇവർ വിഷയങ്ങൾ പറഞ്ഞ സമയത്തില്ലാത്ത ഒരു ഭയങ്കര ഡെപ്ത് നമ്മുടെ ഉള്ളിലുണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, നമ്മിലൂടെ അവരെ മിനിസ്ട്രി ചെയ്യുന്ന ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് വേണ്ടി പലരും പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷേ എത്ര പേർ ഡീപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതാണ്. എന്നാൽ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഡീപ്പായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ഡീപ്പായിട്ടൊരാലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞതിൻ്റെ പുറത്തേക്ക് കയറി അവരെന്തെങ്കിലും ഒരു ദൈവിക സന്ദേശം നിങ്ങളിലേക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളിലേക്ക് നിങ്ങൾ പോലും അറിയാതെ സ്കാൻ ചെയ്യാൻ കയറിയ ഒരു ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചത് കൊണ്ടാണ്. ഇന്ന് ഞാൻ ദൈവാത്മാവിൽ പ്രവചിക്കുന്നു. ഇന്ന് ഞാൻ ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ എൻ്റെ ഈ റൂമിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവേശിക്കുന്നത് പോലെ, ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങിയതുപോലെ, ഈ സന്ദേശം നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീടിനകത്ത് ഇന്ന് നിങ്ങളെ അറിയുന്നൊരു ദൈവം ഇറങ്ങിയിരിക്കും. ആ ദൈവം ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലത് തുറന്നിരിക്കും. ആ ദൈവം ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലത് സ്കാൻ ചെയ്തിരിക്കും. ആ ദൈവം ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലത് ഓപ്പൺ ആയിരിക്കും. 2, ഉള്ളറിഞ്ഞ ദൈവം അറിഞ്ഞിട്ട് വെറുതെ പോകത്തില്ല. ഒരുപക്ഷെ ഒരു പ്രവാചകൻ പ്രവചിച്ചിട്ട്, ഇപ്പൊ ദീപ പാസ്റ്റർ എന്ന വ്യക്തി നിങ്ങളോടൊരു ദൈവാത്മാവ് പറഞ്ഞൊരു കാര്യം പ്രവചിച്ചു, ഞാൻ പറഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് നടന്നിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ വിശ്വാസത്താൽ ഡിക്ലെയർ ചെയ്ത് ഞാൻ ഫോൺ കട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പോകും. പക്ഷേ എൻ്റെ പാർട്ട് അവിടെ കഴിഞ്ഞു. ശ്രദ്ധിച്ച് കേൾക്കണം, എൻ്റെ പാർട്ട് അവിടെ കഴിഞ്ഞു. കാരണം അവിടെ വിത്തിടുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. ഓഫ് ഗാഡ്, അവിടെ വിത്തിടുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. ഇപ്പം നിങ്ങളും ഒരു ഡ്യൂട്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്, എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ദൈവാത്മാവ് തരുന്നത് ഞാൻ നിങ്ങളിലേക്ക് പാകിക്കൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അതുകൊണ്ട് തുടക്കത്തിൽ പറഞ്ഞ ബുദ്ധി കൊണ്ട് കേൾക്കല്, മനസ്സുകൊണ്ട് കേൾക്കണം, ഹൃദയം കൊണ്ട് കേൾക്കണം, ട്രാൻസ്ലേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈ വിത്തിനെ നിങ്ങൾ സ്വീകരിക്കുന്നു. ഇനി ഇതിനെ വിളയിപ്പിച്ചെടുക്കുക എന്നുള്ളൊരു അടുത്ത ഡ്യൂട്ടി ചെയ്യുന്നൊരാത്മാവുണ്ട്. മനസ്സിലായി? ഇത് വിളയിപ്പിച്ചെടുക്കുക എന്നുള്ള അടുത്തൊരു ഡ്യൂട്ടി ചെയ്യുന്നൊരാത്മാവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പ്രവചിച്ചിട്ട് പോയാലും എന്നിലൂടെ പ്രവചിക്കാൻ എന്നെ നിയോഗിച്ച ആത്മാവ് അവിടെ നിൽക്കും. എന്നോട് ഒത്തിരി ദൈവദാസന്മാർ ദൂത് പറഞ്ഞിട്ടുണ്ട്. അവരാരും എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചൊന്നുമില്ല. അവർ പ്രവചിച്ചു, അവർ പോയി. പക്ഷേ വർഷങ്ങൾക്ക് മുൻപേ ദൈവാത്മാവ് അവരിലൂടെ പറഞ്ഞ പല ആലോചനകളും പിൽക്കാലത്ത് എൻ്റെ ജീവിതത്തിൽ നിറവേറിയതായി ഞാൻ കണ്ടു. അപ്പം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട്, എനിക്കും ഒത്തിരി ദൈവാലോചനകൾ കിട്ടിയിട്ടുണ്ട്, ഞാൻ പലതും ബൈബിളിൽ എഴുതിയിട്ടിട്ടുണ്ട്, പലതും പ്രെയർ ഡയറിയിൽ ഞാൻ കുറിച്ചിട്ടിട്ടുണ്ട്, ചിലത് നടന്നു, കുറേ നടന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണെങ്കിൽ ഇത് നിങ്ങളോടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. പലതും അവർ പറഞ്ഞു, അവർ പോലും മറന്നു കാണും, അവർ പോയി. പക്ഷേ എന്നോട് ആ ദൈവശബ്ദം അറിയിച്ച ദൈവത്തിൻ്റെ ആത്മാവ് അതെൻ്റെ ജീവിതത്തിൽ ചെയ്യാതെ ഇരുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒരു ദൈവശബ്ദം പുറപ്പെട്ടാൽ, ഒരു പ്രവചന ശബ്ദം പുറപ്പെട്ടാൽ, അത് ഏത് ദാഹത്തോടെ ഒരു ഹൃദയം വലിച്ചെടുക്കുന്നോ, ഏത് ദാഹത്തോടൊരു മനസ്സ് വലിച്ചെടുക്കുന്നോ, അതിനനുസരിച്ച് അതവിടെ പടർന്ന് പിടിച്ചിരിക്കും, അതനുസരിച്ച് അവിടെ മുള പൊട്ടിയിരിക്കും.
അത് ആ മണ്ണിൻ്റെ പ്രത്യേകതയാണ്, അത് ആ മണ്ണിൻ്റെ ഈർപ്പത്തിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ ഇന്നും ഈ സന്ദേശം തുടക്കത്തിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനത്തിലൂടെ ദൈവാത്മാവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് ശോധന ചെയ്തുകൊണ്ടിരിക്കും. തിരുവെഴുത്ത് പറയുന്നു അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ. രഹസ്യം അവിടെ നിൽക്കട്ടെ. ഈ വാക്യം ഞാൻ എടുക്കുമ്പോൾ അവൻ ഹൃദയങ്ങളെ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് ആരംഭിക്കുകയാണ് ഈ സന്ദേശം. അവൻ ഹൃദയങ്ങളെ അറിയുന്നു. എത്ര പേര് ഈ സന്ദേശം കാണുന്നുണ്ട് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ എത്ര പേർ കണ്ടാലും ഈ മെസ്സേജ് കാണുന്ന നിങ്ങൾ എന്ന വ്യക്തിയോട് ദൈവാത്മാവ് പറഞ്ഞു തുടങ്ങുന്നു, ഇന്ന് ഈ സ്ക്രീനിൻ്റെ മുമ്പിൽ നിങ്ങളിരിക്കുമ്പോൾ നിങ്ങളെന്ന വ്യക്തിയുടെ ഹൃദയത്തെ ദൈവം ഒന്ന് അറിഞ്ഞു തുടങ്ങുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അവിടുന്ന് ഇറങ്ങിയാൽ ചില കാര്യങ്ങൾ ചെയ്യാതെ കയറിപ്പോകത്തില്ല. കർത്താവ് ഇറങ്ങി വന്നതിൻ്റെ പിന്നിലും ഉദ്ദേശമുണ്ടായിരുന്നു. തിരികെ ശിഷ്യന്മാർക്ക് ദർശനം കൊടുത്ത് കയറിപ്പോയതിൻ്റെ പിന്നിലും ഉദ്ദേശമുണ്ടായിരുന്നു. ഇനി രണ്ടാമത് വരുമ്പോഴും ഉദ്ദേശമുണ്ട് എന്ന് പറഞ്ഞതുപോലെ അവിടുന്ന് എന്തെങ്കിലും ഒരു ശബ്ദം നിങ്ങളുടെ കാതുകളിൽ വെറുതെ കേൾപ്പിക്കത്തില്ല. അതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ടാകും. അവിടുന്ന് വെറുതെ ഈ സ്ക്രീനിൻ്റെ മുമ്പിൽ നിങ്ങളെ പിടിച്ചിരുത്തത്തില്ല. അതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടാകും. നിങ്ങൾ വെറുതെ ഈ സന്ദേശം കേൾക്കത്തില്ല. അതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ടാകും. ആ ഉദ്ദേശ നിവർത്തീകരണത്തിനായി ഞാൻ വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ മനസ്സുകൊണ്ടും ഹൃദയ ഒരുക്കത്തോടെയും നിങ്ങൾ ഈ സന്ദേശത്തെ തുടർന്ന് കേട്ടാലും. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം, അവൻ അറിയുന്ന ഹൃദയത്തെ എന്താണ് ചെയ്യുന്നതെന്ന് പറയുന്നു. കാരണം എന്താ? ദൈവത്തിനൊരു വ്യക്തിയെ ബ്ലസ് ചെയ്യണം. ദൈവം ഒരു വ്യക്തിയെ ബ്ലസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ ക്ലിയർ ആക്കാം, ദൈവം ഒരു വ്യക്തിയെ ഇനിമേൽ ബ്ലസ് ചെയ്യുവല്ല, ദൈവം ബ്ലസ്സഡ് ആയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി ഇനിമേൽ ബ്ലസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനെന്തോ പാകപ്പിഴയുണ്ടെന്നാണ് അർത്ഥം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ദൈവം ഒരു മനുഷ്യനെ ബ്ലസ്സഡ് ആയിട്ടാണ് സൃഷ്ടിച്ചത്. പക്ഷെ അവൻ കേഴ്സ്ഡ് ആകാൻ ചില കാരണങ്ങളുണ്ടായി. അതാണ് സത്യം. അവൻ കേഴ്സ്ഡ് ആകാൻ ചില കാരണങ്ങളുണ്ടായി. എന്നാൽ ഇവിടെ മുതൽ ജീവിതം മാറാൻ പോകുവാണ്. ദൈവത്തിനൊരു മനുഷ്യനെ ബ്ലസ് ചെയ്യണം. അങ്ങനെ തന്നെ പറഞ്ഞു തുടങ്ങാം. ദൈവത്തിനൊരു മനുഷ്യനെ ബ്ലസ് ചെയ്യണം. ഒരു മനുഷ്യൻ ബ്ലസ്സഡ് ആകാൻ അവൻ്റെ ഹൃദയവും മനസ്സ് നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ മനസ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മനുഷ്യൻ ബ്ലസ്സഡ് ആകാൻ മനസ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോടെങ്കിലും ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിച്ചാൽ ഒന്നും കൂടെ നിങ്ങളുടെ ചിന്തയെ ഈ സന്ദേശത്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? കാരണം നിങ്ങളിൽ ചിലർ ഒരുപക്ഷെ തല ചൊറിഞ്ഞുകൊണ്ടായിരിക്കാം, മുഖത്ത് തടവിക്കൊണ്ടായിരിക്കാം, കൈ കൊട്ടിക്കൊണ്ടായിരിക്കാം, വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടായിരിക്കാം നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത്. എന്നാൽ നിങ്ങൾ എന്നൊരു വ്യക്തി വിചാരിച്ചാൽ ഒന്നും കൂടെ നിങ്ങൾക്ക് ഈ സന്ദേശത്തിലേക്ക് കണക്റ്റ് ആകാൻ പറ്റും. എന്നതുപോലെ ഒരു മനുഷ്യനെ ദൈവത്തിന് ബ്ലസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിൻ്റെ സഹകരണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹൃദയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു മനുഷ്യൻ്റെ ലൈഫിനകത്തേക്ക് ഇരുട്ട് കയറണമെങ്കിൽ അവൻ്റെ മനസ്സിൻ്റെ വാതിൽ തുറന്നു കൊടുക്കണം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ഒരു പ്രകാശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ ഒരു ഇരുട്ട് മാറി ഒരു വെളിച്ചത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു അലൈൻമെൻറ്റിലേക്ക് എൻ്റെ ആരാധന ഒന്ന് മാറണം. ദൈവം ആഗ്രഹിക്കുന്ന അലൈൻമെൻറ്റിലേക്ക് എൻ്റെ സ്തുതികളൊന്ന് ഉയരണം.
ദൈവം ആഗ്രഹിക്കുന്ന അലൈൻമെന്റിലേക്ക് എൻ്റെ ഹൃദയം ഒന്ന് വിശാലമാകണം. ഞാൻ ആത്മാവിൽ വെളിപ്പാടിൽ സംസാരിക്കട്ടെ. നോക്കിക്കേ, ഒരു എക്സ്പാൻഷൻ ഒരു ലൈഫിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കുറിച്ചായി പറയുന്നത്, ഒരു എക്സ്പാൻഷൻ, ഒരു വിശാലത നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു വിടുതൽ, ഒരു എക്സ്പാൻഷൻ, ഒരു എൻലാർജ്മെന്റ്, ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. കുറച്ചും കൂടി ഒന്ന് ബ്രോഡറായ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ ഈ ബോർഡർ കെട്ടിവെച്ചതുപോലെ എവിടെയൊക്കെയോ ഒരു ചതുരം വരച്ചിട്ട് അതിനകത്ത് പിടിച്ചു നിർത്തിയ ഒരു അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ അനുഭവങ്ങളെ ഒന്ന് വിശാലമാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവിന് കൊടുക്കുന്ന സ്പേസിൽ ഒരു വർധനവ് വരുത്തിയാൽ മതി. നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവത്തെ സ്വീകരിക്കുന്ന, ആത്മീയ ഊർജത്തെ സ്വീകരിക്കുന്ന, ആത്മശക്തിയെ സ്വീകരിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. പലരുടെ ഉള്ളിൽ അത് ലിമിറ്റഡ് ആയിരിക്കും. അവരുടെ തെറ്റല്ല, പലരുടെ ഉള്ളിൽ അത് ലിമിറ്റഡ് ആയിരിക്കും. കാരണം ദൈവത്തിന് ഒരു ചെറിയ സ്പേസ്, നമ്മുടെ കാര്യങ്ങൾക്ക് കുറച്ചധികം സ്പേസ്, നമ്മുടെ ഫ്രണ്ട്സിന് കുറച്ച് സ്പേസ്, നമ്മുടെ സ്വപ്നങ്ങൾക്ക് വളരെ അധികം സ്പേസ്. ഇങ്ങനെയായിരിക്കും ഒരു മനസ്സിൻ്റെ, ഹൃദയത്തിൻ്റെ അറകൾക്കകത്ത് നമ്മൾ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനം, അല്ലെങ്കിൽ പല കാര്യത്തിന് നമ്മൾ ഹൃദയത്തിനകത്ത് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ന് ആ പട്ടിക ആദ്യം എടുത്ത് അങ്ങോട്ട് മാറ്റണം. പട്ടിക ആദ്യം എടുത്ത് അങ്ങോട്ട് മാറ്റണം. നമ്മൾ വരച്ചു വെച്ച ചില ടേബിളുകൾ ആദ്യം എടുത്ത് മാറ്റിയിട്ട് മൊത്തത്തിൽ നമ്മുടെ മനസ്സിനെ, ഹൃദയത്തെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത്, ഒന്ന് റബ്ബ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു പുതിയ പാത്രമാക്കി ഇന്ന് പുതിയ ഒരു പട്ടിക നമ്മൾ ദൈവത്തിനായിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്തേക്ക് അവന് ഒത്തിരി കാര്യങ്ങൾ റിസീവ് ചെയ്യാൻ പറ്റും. ലുദി എന്ന് പറഞ്ഞ സ്ത്രീയെ ദൈവം അനുഗ്രഹിച്ചതായി എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ലുദി എന്ന് പറയുന്ന സ്ത്രീയെ ദൈവ കാര്യമായിട്ട് അനുഗ്രഹിച്ചു. അത് അവൾ ചെയ്ത തൊഴിലിലല്ല ദൈവം അനുഗ്രഹിച്ചത്. അവൾ ചെയ്ത തൊഴിലിൽ മാത്രമല്ല ദൈവം അനുഗ്രഹിച്ചത്. അവൾ തൊഴിൽ ചെയ്തപ്പോഴും അല്ല ദൈവം അനുഗ്രഹിച്ചത്. അവൾ ദൈവവചനം കേട്ടോണ്ടിരുന്നപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടു. അതാർക്കോ വിശ്വാസം വന്നില്ല. ബൈബിൾ വായിച്ചിട്ട് പറയൂ, അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചിട്ട് പറയൂ, അവൾ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നതിനകത്ത് ദൂതനിറങ്ങി സെയിൽസ് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞില്ല. അവൾ ഡെയിലി പോകുന്ന അതേ ജോലിക്ക് ഇറങ്ങിയപ്പോൾ അവൾക്ക് ലോട്ടറി അടിച്ചു എന്ന് ബൈബിൾ പറഞ്ഞില്ല. അവളുടെ ബിസിനസ്സിനകത്ത് കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അവൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞില്ല. അവൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞില്ല. പക്ഷേ അവൾ ഒന്നും ചെയ്യാതെ ദൈവവചനം കേട്ടോണ്ടിരുന്നപ്പോ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞുവെങ്കിൽ ഞാൻ ആ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവനാകുന്നത് കൊണ്ട്, ദൈവവചനം കേട്ടാൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവമായി തന്നെ ഇന്നും തുടരുന്നത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ബിസിനസ് ചെയ്യുന്നവരോട് പറയുന്നു, ഷെയർ ട്രേഡിംഗ് ചെയ്യുന്നവരോട് പറയുന്നു, ഭൂമി കച്ചവടം നടത്തുന്നവരോട് ഞാൻ പറയുന്നു, പാൻ ഷോപ്പ് ഇട്ടിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, പല തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നവരോട് ഞാൻ പറയുന്നു, പലയിടത്ത് ജോലി ചെയ്യുന്നവരോട് ഞാൻ പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം അപ്പോസ്തല പ്രവൃത്തികളിൽ ഇറങ്ങിയതുപോലെ ഒരു പ്രവൃത്തിക്കായി നിങ്ങളുടെ ജീവിതത്തിലും ഇറങ്ങിയിരിക്കും. ഇന്ന് ഈ മെസ്സേജ് കേട്ടാൽ എന്ത് സംഭവിക്കും? മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ കാര്യങ്ങൾക്കകത്ത് വ്യത്യാസം വരും. മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ ഗ്രഹങ്ങൾക്കകത്ത് ചേഞ്ചസ് വരും. മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ നക്ഷത്രങ്ങൾക്കകത്ത് ചേഞ്ചസ് സംഭവിക്കും. മെസ്സേജ് കേട്ടോണ്ടിരിക്കും ആകാശ മണ്ഡലങ്ങളിൽ ചേഞ്ചസ് സംഭവിക്കും. മെസ്സേജ് കേട്ടോണ്ടിരിക്കും അറ്റ്മോസ്ഫിയറിനകത്ത് ചേഞ്ചസ് സംഭവിക്കും. In the name of Jesus. ലുദിയ എന്ന് പറയുന്ന സ്ത്രീ ഒറ്റ കാര്യം ചെയ്തു. എന്താ? മെസ്സേജ് നടക്കുന്നിടത്ത് പോയി ഇരുന്നു കൊടുത്തു. രണ്ട്, ഈ പതിവിൽ അവൾ ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യമല്ല, അവൾ മെസ്സേജ് കേൾക്കുന്നവളാണ്. അതുകൊണ്ടാണ് ഒരു വ്യക്തി സംസാരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണെന്ന് പറയുന്നത് കൊണ്ട്, അതൊരു രാഷ്ട്രീയ പ്രസംഗമല്ല എന്ന് അവൾക്ക് മനസ്സിലായതുകൊണ്ട് അവൾ ഇന്നത്തെ ബിസിനസ് മെസ്സേജ് കേട്ടിട്ട് മതി, ഇന്നത്തെ ജോലി സന്ദേശം കേട്ടിട്ട് മതി എന്ന് തീരുമാനിച്ചത്. ഞാൻ ആത്മാവിൽ ആരോടോ പറയുകയാണ്, ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചിലത് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന നിന്റെ ജീവിതത്തിലാണ് ഇന്ന് ദൈവം ഇറങ്ങാൻ പോകുന്നത്. ആമേൻ. അവർ മെസ്സേജ് കേട്ടു. മെസ്സേജ് കേട്ടോണ്ടിരുന്നപ്പോ അവരുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് തുറന്നു എന്ന് പറയുന്നു.
അവരുടെ ഹൃദയത്തെ തുറന്നു ദൈവവചനം കേൾക്കാൻ എന്നേ പറയുന്നുള്ളൂ. ഹൃദയത്തെ തുറന്നു എന്നേ പറയുന്നുള്ളൂ. ഞാൻ ഇങ്ങനൊരു കാര്യം പറയട്ടെ, ഹൃദയത്തെ തുറന്നു എന്ന് വായിക്കുന്ന നമ്മൾ പിന്നെ കാണുന്നത് പരിശുദ്ധാത്മാവ് ഇവളുടെ വീട് തുറന്നതും, വീട് തുറന്ന് അകത്ത് കയറിയതും, അകത്ത് കയറി ഇവളുടെ വീട്ടിൽ ഈ ലുദിയ എന്ന് പറയുന്ന സഹോദരിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അവർ മാരീഡ് ആണോ അൺമാരീഡ് ആണോ എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ കുടുംബം എന്ന് പറയുന്നുണ്ട്. അപ്പൊ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടോ, അമ്മയുണ്ടാവും, അച്ഛനുണ്ടാവും, സഹോദരങ്ങൾ ഉണ്ടാവും, കൂട്ടുകുടുംബമായിട്ടായിരിക്കാം പാർക്കുന്നത്, അല്ലാതെ ആയിരിക്കാം പാർക്കുന്നത്, ജോയിന്റ് ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ അണുകുടുംബമായിരിക്കും, ആരോ ആട്ടെ. പക്ഷെ ഇവൾ മാത്രമല്ല, ലുദിയെ മാത്രമല്ല, ദൈവം ചിലരെ സന്ദർശിച്ചു. നോക്കിക്കേ, ഇവിടെ പുഴക്കരയിലിരുന്ന് ദൈവത്തിൻ്റെ ഒരു തുറവിക്ക് വേണ്ടി ഇവളെ സമർപ്പിച്ചു കൊടുത്തപ്പോൾ ഇവളുടെ ഹൃദയം തുറന്നു എന്ന് ബൈബിൾ പറയുമ്പോൾ, ഇതിലൂടെ നമ്മൾ ഈ വഴി പിടിച്ച് നേരെ സഞ്ചരിച്ച് ലുദിയയുടെ വീട്ടിലേക്ക് എത്തി നോക്കുമ്പോൾ ഇവിടെ തുറന്ന സമയം തന്നെ വീടിനകത്തും ചില തുറവികൾ ദൈവാത്മാവ് തുറന്നിട്ടു. അതിനകത്തുകൂടെ കയറി വീട്ടിൽ 5 പേരുണ്ടേലും 10 പേരുണ്ടേലും സകലരെയും പരിശുദ്ധാത്മാവ് സന്ദർശിച്ച് എന്തുമാറ്റം മെസ്സേജ് കേട്ടോണ്ടിരുന്ന ലുദിയയ്ക്ക് വരുത്തിയോ അതേ മാറ്റം മെസ്സേജ് കേൾക്കാതിരുന്നവർക്ക് വരുത്തി. അവർ മെസ്സേജ് കേട്ടിട്ടില്ലെന്നല്ല, അവർ പിന്നത്തേതിൽ മെസ്സേജ് കേട്ടില്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. പക്ഷെ ഒരു വ്യക്തി ദൈവവചനത്തിൻ്റെ മുമ്പിൽ മനസ്സും ഹൃദയവും സമർപ്പിച്ചു കൊടുത്തപ്പോൾ അവളുടെ ജീവിതത്തിൽ ഒരു തുറവി ഇട്ട് ആരംഭം കുറിച്ച ദൈവം കുടുംബത്തിൽ ചെന്ന പ്രവൃത്തി അവസാനിപ്പിച്ചതെന്നതുപോലെ ഇന്ന് നിങ്ങൾ ഈ സന്ദേശം അറ്റൻഡ് ചെയ്യുന്നു. നിങ്ങളുടെ വീട്ടിലെ പലരും ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കത്തില്ല. പക്ഷേ അവർ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം ഇറങ്ങാതിരിക്കത്തില്ല. നിങ്ങളെ ദൈവം സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്ന വ്യക്തിയിലൂടെ വഴി പിടിച്ച് ദൈവം നിന്റെ ഭവനത്തിനകത്തുള്ള കുടുംബത്തിനകത്തുള്ള സകലരെയും സന്ദർശിക്കും. കാരണം ലുദിയയുടെ കുടുംബത്തെ ദൈവം നേടിയത് അങ്ങനെയാണ്. അവരെ എല്ലാവരെയും പിറ്റേ ദിവസം കൊണ്ട് പത്രോസിന്റെ മെസ്സേജ് കേൾക്കാൻ ഇരുത്തിയില്ല. അവരെ എല്ലാവരെയും പിറ്റേ ദിവസം കൊണ്ട് മീറ്റിംഗിന് അറ്റൻഡ് ചെയ്യിച്ചില്ല. തമ്പുരാൻ എവിടെ വെച്ച് അവർക്ക് എൻകൗണ്ടർ നൽകണമോ നൽകേണ്ടതുപോലെ നൽകി, മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി അവരെ ദൈവം തിരഞ്ഞെടുത്ത് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിച്ചതുപോലെ യേശുവിന്റെ നാമത്തിൽ ചിലരെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി തൊടാൻ പോകുകയാണ്. നിങ്ങളെന്ന വ്യക്തിയെ ദൈവം തുറക്കുന്നത് ആ വഴി പിടിച്ച് ചിലരിലേക്ക് എത്താനാണ്. നിങ്ങളെന്ന വഴിയെ ദൈവം തുറക്കുന്നത് ആ വഴിയിലൂടെ സഞ്ചരിച്ച് ദൈവം ചിലരെ സന്ദർശിക്കാനാണ്. നിങ്ങളെന്ന വ്യക്തിയെ ഇതിനകത്ത് കർത്താവ് കൊണ്ടുവന്ന് പണിതുകൊണ്ടിരിക്കുന്നത് ഈ വഴിയിലൂടെ സന്ദർശിച്ച് ചിലരെ ദൈവത്തിന് സ്പർശിക്കാനാണ്. ആമേൻ. തുറക്കുന്നതിന്റെ പിന്നിലും പ്രകാശിപ്പിക്കുന്നതിന്റെ പിന്നിലും അനുഗ്രഹിക്കുന്നതിന്റെ പിന്നിലും ഓപ്പണിങ്സ് ആവശ്യമാണ്, തുറവികൾ ആവശ്യമാണ്. അടഞ്ഞ മനസ്സും വെച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെടാൻ പറ്റത്തില്ല. നമ്മളോട് എന്നത് പറഞ്ഞ അടഞ്ഞ മനസ്സും വെച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെടാൻ പറ്റത്തില്ല. ഞാൻ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഞാൻ മറ്റൊരു വ്യക്തിക്ക് അനുഗ്രഹമാകണം. എല്ലാ അനുഗ്രഹവും നമുക്കിരിക്കട്ടെ എന്ന് പറയും. പക്ഷെ നമ്മൾ മറ്റൊരു വ്യക്തിക്ക് അനുഗ്രഹമാകാതെ നമ്മൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും? അല്ല, ഞാൻ എന്ന വ്യക്തി അനുഗ്രഹിച്ചിട്ട് ഞാൻ മറ്റൊരു വ്യക്തിക്ക് അനുഗ്രഹമാകുന്നില്ലെങ്കിൽ പിന്നെ ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ട് എന്തെടുക്കാനാ? അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ അനുഗ്രഹമാകുന്ന വ്യക്തികളെ ദൈവം അനുഗ്രഹിക്കുന്നതല്ലേ ദൈവത്തിന് ഏറ്റവും എളുപ്പം. പൗലോസ് കൃപാവരങ്ങൾ പ്രാപിച്ചു. അങ്ങനെ ഇപ്പൊ നീ എൻ്റെ കൈവെപ്പിൽ ജ്വലിക്കണ്ട. ചിലർക്ക് കൈവയ്ക്കാൻ ഭയങ്കര മടിയാ, കാരണം ജ്വലിച്ചു പോയാലോ. ചിലർക്ക് പ്രാർത്ഥിക്കാൻ ഭയങ്കര മടിയാ, അനുഗ്രഹിക്കപ്പെട്ടു പോയാലോ. ഇവന്റെ ശുശ്രൂഷ ഒന്ന് ജ്വലിക്കട്ടെ എന്ന് പറയാൻ ഭയങ്കര മടിയാ, കാരണം ജ്വലിച്ചു പോയാലോ. ശ്രദ്ധിക്കുക, അനുഗ്രഹിക്കപ്പെടാനുള്ള കാര്യം ഈ പറയുന്നത്. അപ്പൊ എൻ്റെ പൗലോസിന്റെ കയ്യിൽ ദൈവം കൊടുത്ത കൃപാവരം അദ്ദേഹം എന്ത് ചെയ്തു? യൂസ് ചെയ്തു. തീർന്നില്ല, പകർന്നു. മാത്രമല്ല, പൗലോസിന്റെ കൃപാവരത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, തീ ഉള്ളവൻ കത്താതെ ഇരുന്നാൽ അവനെ കത്തിക്കാൻ എന്നെ അയച്ചിരിക്കുകയാണെന്ന് പൗലോസിന്റെ അകം സംസാരിക്കുമായിരുന്നു. ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാലേ പറ്റത്തുള്ളേ. പൗലോസിന്റെ കൃപാവരത്തിന്റെ സ്വഭാവം എന്താന്ന് ചോദിച്ചാൽ,
ഭൂതത്തെ കാണുമ്പോൾ ഓടിക്കുന്നതും രോഗിയെ കാണുമ്പോൾ സൗഖ്യമാക്കുന്നതും സഭയെ പിടിച്ച് പണിയുന്നതും മാത്രമൊന്നും ആയിരുന്നില്ല. കത്താനുള്ളവൻ, പ്രയോജനപ്പെടാനുള്ളവൻ, ദൈവത്തിന് പ്രയോജനമുള്ളവൻ, ഇവന്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഏൽപ്പിച്ചാൽ ഇവൻ സമൂഹത്തിന് പ്രയോജനമുള്ളവനാണ് എന്ന് തോന്നുന്ന ചിലരെയൊക്കെ പൗലോസിന്റെ മുമ്പിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ പൗലോസ് അവരെ സൂക്ഷിച്ചു നോക്കുമ്പോൾ എന്നിട്ടൊരു ചോദ്യം ചോദിക്കും, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അതെന്താ? ഞാൻ അന്യഭാഷ പറയുന്നുണ്ട്. അന്യഭാഷ പറയുന്നത് മാത്രമാണ് പരിശുദ്ധാത്മാവെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? അന്യഭാഷ പറയുന്നത് മാത്രമാണ് പരിശുദ്ധ ആത്മാവിന്റെ പ്രവർത്തനമെന്ന് നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് കേവലം കൊട്ടിക്കാനും തട്ടിക്കാനും ചാടിക്കാനും തുള്ളിക്കാനും മാത്രം ദൈവം അയച്ച ഒരനുഭവം അല്ല. പരിശുദ്ധ ആത്മാവ് എന്നത് പരിശുദ്ധമായ പ്രവർത്തികൾ ചെയ്യുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ പ്രവർത്തികൾ ചെയ്യുന്ന ആത്മാവാണ് പരിശുദ്ധ ആത്മാവ്. പരിശുദ്ധാത്മാവുള്ളൊരു വ്യക്തി പ്രവർത്തികൾ ചെയ്യും എന്നത്രേ ഞാൻ പറഞ്ഞത്. അല്ല, ബൈബിൾ പറഞ്ഞത് പരിശുദ്ധാത്മാവുള്ളൊരു വ്യക്തി പ്രവർത്തികൾ ചെയ്യും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൗലോസ് ശിഷ്യന്മാരെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ചില ദൈവകൃപയുള്ള മനുഷ്യരെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് സീൽ ചെയ്തിരിക്കുന്ന ചിലരെയൊക്കെ നോക്കുമ്പോൾ ഇവൻ്റെ മേൽ ദൈവം നിക്ഷേപിച്ചതൊന്നും അങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല. അപ്പം എന്തോ ചെയ്യും? ഞാനെങ്ങാനും കൈവച്ച് ഈ ചെക്കൻ എന്നേക്കാൾ കയറി തീ ആയാലോ എന്ന് പറഞ്ഞ് മെല്ലെ, അങ്ങനത്തെ പണിയൊന്നുമില്ല കേട്ടോ. ചിലരുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചാൽ അതങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അവർക്കും ഗുണമില്ല, മറ്റുള്ളവർക്കും ഗുണമില്ലാണ്ടിരിക്കും. പക്ഷെ ഇദ്ദേഹം അങ്ങനെയല്ല. ഇദ്ദേഹം കൈവച്ച്, ഇവരുടെ മേൽ കൈവച്ച് ഇവരിലെ കൃപാവരങ്ങളെ ജ്വലിപ്പിച്ചു. ഇതിൻ്റെ ഗുണം ആർക്കാണെന്നറിയാവോ? ഇതിൻ്റെ ഗുണം ശിഷ്യന്മാർക്കും അല്ലെങ്കിൽ കൈവെപ്പ് കിട്ടിയവർക്കും ഉണ്ട്, നൽകിയ കൈ നീട്ടി സ്പർശിച്ച പൗലോസിനുമുണ്ട്. കാരണം എന്താ? എനിക്ക് നല്ല ഉറപ്പാണ് പൗലോസ് കൈവച്ചിട്ട് പോയി അടുത്ത് ചെയ്ത മിനിസ്ട്രിയിൽ ഭയങ്കര പ്രവർത്തികൾ വെളിപ്പെട്ടിട്ടുണ്ടാവും. അല്ലാതെ വെളിപ്പെട്ടില്ല എന്നല്ല. പക്ഷെ പൗലോസ് ചിലരെ കൂടെ ഈ ആത്മാവിൽ ജനിപ്പിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അതിൻ്റെ റിവാർഡ് ഭയങ്കരമായിട്ടും മനസ്സിലാക്കിക്കോ. ചിലരെ കൂടെ ഈ ആത്മാവിൽ നേടാൻ, ചിലരെ കൂടെയൊക്കെ ഈ ആത്മാവിൽ ഒന്ന് പ്രചോദിപ്പിക്കാൻ, ചിലരെ കൂടെ ഈ ആത്മാവിൽ ഒന്ന് കൂടെ നിർത്താനൊക്കെ കാണിക്കുന്ന മനസ്സിൻ്റെ റിവാർഡ് ഭയങ്കര വലുതാണ്. ഇന്ന് ഈ മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവുള്ളവർ ഈ മീറ്റിങ്ങിലുണ്ട്, പരിശുദ്ധാത്മാവുള്ളവർ ഈ മീറ്റിങ്ങിനകത്തുണ്ട്. പക്ഷേ പ്രാപിച്ചത് എവിടെയൊക്കെയോ ഉറഞ്ഞു കിടന്നിട്ട് അത് പ്രയോജനപ്പെടുത്താൻ കഴിയാതെ, ഭയങ്കര ദർശനമുണ്ട്, വെളിപ്പാടുണ്ട്, കൊതിയുണ്ട്, ദാഹമുണ്ട്, വ്യാപാരം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ അത് ഉറഞ്ഞു കിടന്നിട്ട് ഒരു കൈവെപ്പ് കിട്ടിയിരുന്നെങ്കിൽ ജ്വലിക്കാമായിരുന്നു എന്ന വിശ്വാസത്തോടിരിക്കുന്ന നിങ്ങളെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇന്ന് ഈ മെസ്സേജ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിന്റെ റൂമിൽ ഇറങ്ങി ഒരു മനുഷ്യകരവും നിന്നിലേക്ക് നീട്ടാൻ ഒരു സാധ്യതയും ഇല്ലാതിരിക്കുമ്പോൾ, അങ്ങനെയുള്ള മീറ്റിങ്ങുകളിലേക്ക് കടന്നു പോകാൻ നിങ്ങൾക്കൊരു അനുവാദമില്ലാതിരിക്കുമ്പോൾ, ഒരവസരമില്ലാതിരിക്കുമ്പോൾ, സാക്ഷാലാകുന്ന അവിടുന്ന് തന്നെ ഇറങ്ങി വന്ന് നിങ്ങളുടെ മേൽ കൈവച്ച് നിങ്ങളുടെ അകത്ത് ദൈവം ഇട്ടിരിക്കുന്ന കൃപകളെയും വരങ്ങളെയും ശക്തിയെയും ദൈവിക അനുഭവത്തെയും സ്വർഗം ജ്വലിപ്പിക്കട്ടെ. കാര്യം എന്താ? ഏതോ സമയങ്ങളിൽ നിന്നെ ദൈവം തുറന്നിട്ട്, ഏതൊക്കെയോ സന്ദർഭങ്ങളിൽ നിങ്ങളെ ദൈവം തുറന്നിട്ട്, ഏതൊക്കെയോ മീറ്റിംഗിൽ ദൈവം നിങ്ങളെ തുറന്നിട്ട് നിങ്ങളുടെ അകത്തേക്ക് ദൈവം നിക്ഷേപിച്ച ചില കൃപകൾ, ചില വരങ്ങൾ, ചില ശക്തികൾ, ചില നിയോഗങ്ങൾ അത് പ്രയോജനപ്പെടുത്താൻ കഴിയാത്തതുപോലെ അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന വലിയ ഭാരമുള്ളതിനെ ഇന്ന് എടുത്തുമാറ്റി നിങ്ങളെ ദൈവം അനോയിന്റ് ചെയ്യുകയാണ്.
പലരുടെ മേലും ആ ദൈവശക്തി ഇറങ്ങട്ടെ. പലരുടെ മേലും അത് ഇറങ്ങുന്നുണ്ട്. പലരുടെ മേലും ആ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നുണ്ട്. അത് വ്യാപരിക്കട്ടെ. അത് വ്യാപരിക്കേണ്ടത് തന്നെയാകുന്നു. അത് വ്യാപരിക്കേണ്ടത് തന്നെയാകുന്നു. അത് വ്യാപരിക്കേണ്ടത് തന്നെയാകുന്നു. അപ്പൊ ദൈവം പല സന്ദർഭങ്ങളിൽ, നിങ്ങളിത് മനസ്സിലാക്കണം, നമ്മൾ ഓരോ ചെറിയ സന്ദേശങ്ങൾ അറ്റൻഡ് ചെയ്യും, വലിയ സന്ദേശങ്ങൾ അറ്റൻഡ് ചെയ്യും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഇതിനകത്ത് വൺ മിനിറ്റ് മെസ്സേജസ് ഇടാറുണ്ട്. നിങ്ങൾ എത്ര പേര് നോക്കാറുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് കമന്റ് ഇടുന്നവരെ മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ എത്ര പേര് നോക്കാറുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു 1 മിനിറ്റ് മെസ്സേജിൽ ഒരു ഓപ്പണിംഗ് നടക്കത്തില്ലെന്ന്? ഈ 1 മിനിറ്റ് മെസ്സേജിലൂടെ ദൈവം ഒരു സീഡ് ഇടും നമ്മുടെ മേൽ. അതൊരു ചിന്തയായിട്ടായിരിക്കും. ഒരു 5 മിനിറ്റ് മെസ്സേജിന്റെ മേൽ ഒരു സീഡ് ഇടും. ഇതുപോലുള്ള ലോങ് മെസ്സേജിന്റെ മേൽ ദൈവം സീഡ് ഇടും. എവിടെയാണ് തുറവി നടക്കുന്നത് നമുക്കറിയത്തില്ല. കാരണം ലുദിയ എന്ന് പറയുന്ന സ്ത്രീ എവിടെ മീറ്റിംഗ് കേട്ടാൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ടാണ് പത്രോസും ദൈവവചനമാണ് സംസാരിക്കുന്നതെന്ന് കേട്ടിട്ട് അവരവിടെ കയറിയിരുന്നത്. പക്ഷേ എപ്പോഴും അറ്റൻഡ് ചെയ്ത മീറ്റിംഗ് പോലെ ആയിരുന്നില്ല അന്നത്തെ ഒരു മീറ്റിംഗ്. അന്നത്തെ മീറ്റിംഗ് വാസ് സംതിങ് സ്പെഷ്യൽ. അത് ലുദിയയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു. കാരണം എന്താ? ലുദിയയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞാൽ ശരിയാവൂല. അത് ലുദിയയിലൂടെ ഒരു ഫാമിലിയെ മൊത്തം ഷിഫ്റ്റ് ചെയ്യാനുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു. എല്ലാ ദിവസവും പൗലോസിനെ കാണുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഒക്കേഷണലി പൗലോസിനെ കാണുന്നവരായിരിക്കും, പൗലോസുമായിട്ട് ഇതിനു മുന്നേ സംസാരിച്ചവരായിരിക്കും. പക്ഷേ ഈ പുരുഷന്മാർ പൗലോസിനെ കണ്ടപ്പോൾ അന്നത്തെ മീറ്റിംഗിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. കാര്യം എന്താ? നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു പോകുന്നൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്തോ അവരോടൊരു ഇൻറ്റിമസി പൗലോസിന് തോന്നി. എന്തോ ഒരു സ്പിരിച്വൽ അറ്റാച്ച്മെന്റ് പൗലോസിന് അവരോട് തോന്നി. അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു പോകുമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞിട്ട് പോലും ഇല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സംഗതി വരാൻ പാടില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ട് പോലും ഇല്ല എന്ന് പറയുന്നവരുടെ മേൽ ചില ജ്വലനങ്ങൾ സംഭവിക്കണമെങ്കിൽ ഇവരറിയാതെ ഇവരുടെ അകത്ത് കേട്ട വചനങ്ങളിലൂടെയും വിശ്വാസങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ഡെവലപ്പായ ചില ഗിഫ്റ്റുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൈവച്ചപ്പോൾ അവരിലെ കൃപാവരങ്ങൾ ജ്വലിച്ചു എന്ന് പറഞ്ഞത്. ഇന്ന് നിങ്ങൾക്ക് പോലും അറിയാത്ത ചില കൃപകളും വരങ്ങളും സുഹൃത്തെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല എന്ന് പറയുന്നവന്റെ മേൽ അവരിൽ ജ്വലിച്ചെങ്കിൽ, വരങ്ങൾ ജ്വലിച്ചെങ്കിൽ, കൃപകൾ ജ്വലിച്ചെങ്കിൽ, അവർ പുതിയൊരു അനുഭവമുള്ളവരായി മാറിയെങ്കിൽ, നിങ്ങൾ പോലും അറിയാത്ത ചില ഗിഫ്റ്റുകൾ നിങ്ങളുടെ അകത്തുള്ളത്, നിങ്ങൾ പോലും അറിയാത്ത ചില താലന്തുകൾ, ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ചില താലന്തുകൾ നിങ്ങളുടെ അകത്തുള്ളത്, നിങ്ങൾക്ക് അറിയാവുന്ന ചില താലന്തുകൾ നിങ്ങളുടെ അകത്തുള്ളത്, ചിലത് ഉറഞ്ഞു പോയത്, അടിയിൽ പോയത്, ചിലത് മട്ടുപോലെ കിടക്കുന്നത്, പൊന്തി വരാത്തതുപോലെ കിടക്കുന്നത്, എന്തോ ചില സമ്മർദ്ദം കൊണ്ട് ജ്വലിച്ചു വരാത്ത പോലെ കിടക്കുന്നതിന്റെ മേൽ എന്റെ ദൈവത്തിന്റെ കരം, എന്റെ ദൈവത്തിന്റെ കരം, എന്റെ ദൈവത്തിന്റെ ശക്തി ഇന്ന് അതിന്മേൽ വെക്കട്ടെ. ഇന്ന് അത് ജ്വലിക്കട്ടെ. അത് പ്രയോജനമുള്ളതായി തീരട്ടെ. കാരണം കൊരിന്ത്യർക്ക് 2-ാമത്തെ ലേഖനം എഴുതിയപ്പോ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മോനെ വെളിച്ചമുള്ള വെളിച്ചമുള്ളിടത്ത് ഇരുട്ടിരുന്നു. നിങ്ങൾക്ക് കേൾക്കാമോ? ഓക്കെ ആണോ? കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. വെളിച്ചമുള്ളിടത്ത് ഇരുട്ടിരുന്നു വാഴത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, നിങ്ങളുടെ കൃപകളെയും നിങ്ങളുടെ വരങ്ങളെയും നിങ്ങളുടെ ശക്തിയെയും നിങ്ങളുടെ താലന്തുകളെയും ഇരുട്ട് മൂടിയതുപോലെ ഇരിക്കുന്ന അനുഭവങ്ങളെ ഇന്ന് കർത്താവ് ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇവിടെ നിർത്തട്ടെ. ചില ക്ലൈമറ്റ് ഇഷ്യൂസും ഇവിടെ ഉണ്ട്. നല്ല മഴയാണ്, പുറത്ത് ഭയങ്കര മഴയാണ്. അതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ട്. ഞാൻ ഇന്ന് ആത്മാവിൽ പറയട്ടെ, ഇന്ന് ഈ മീറ്റിംഗ് നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇരുട്ട് മൂടിയതിനെ എന്റെ ദൈവം വെളിച്ചത്ത് കൊണ്ടുവരാൻ പോവുകയാണ്. ഇരുട്ട് മൂടിയതിനെ വെളിച്ചത്ത് കൊണ്ടുവരാൻ പോവുകയാണ്. ഇരുട്ട് മൂടിയതിനെ വെളിച്ചത്ത് കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 16:14 ലുദിയയുടെ ഹൃദയത്തെ കർത്താവ് തുറക്കുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിലേക്കും കൂടെ ഒന്ന് വന്നേ. ഞാനൊന്ന് വായിച്ചു നിർത്താം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ
സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടും തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഹൃദയം സ്ഥിരമാണെങ്കിൽ നമ്മുടെ മേലുള്ള കൃപകളും സ്ഥിരമായിരിക്കും. ഹൃദയം സ്ഥിരമാണെങ്കിൽ നമ്മുടെ മേലുള്ള കൃപകൾ, വരങ്ങൾ, ഗിഫ്റ്റുകൾ, വാഗ്ദത്തങ്ങൾ ഇതെല്ലാം സ്ഥിരമായിരിക്കും. ഇത് അസ്ഥിരമാകുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ ഈ പരിവം കെട്ട മനസ്സും വല്ലാത്ത ഹൃദയത്തിന്റെ ഉടമയുമാകുമ്പോഴാണ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളുടെ മേലുള്ള അഭിഷേകത്തിന്റെ ശത്രുവാണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ ശത്രു. നിങ്ങളുടെ മേലുള്ള കോളിങ്ങിന്റെ ശത്രുവാണ് നിങ്ങളുടെ മനസ്സിന്റെ ശത്രു. നിങ്ങളുടെ മേലുള്ള നിയോഗങ്ങളുടെ ശത്രുവാണ് നിങ്ങളുടെ ശത്രു. സോ നിങ്ങളുടെ കോളിങ്ങിന് നേരെയാണ് വെല്ലുവിളി, നിങ്ങളുടെ അഭിഷേകത്തിന് നേരെയാണ് വെല്ലുവിളി, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിന് നേരെയാണ് വെല്ലുവിളി, നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന കൃപകളുടെ മേലെയാണ് വെല്ലുവിളി. അതുകൊണ്ടാണ് നിങ്ങളെന്ന വ്യക്തിയുടെ മനസ്സിനെയും ഹൃദയത്തെയും കാർന്ന് തിന്നുന്നത് പോലെ ശത്രു പുറകെ കൂടുന്നത്. അത് ദൂഷണങ്ങളായി, ദുഷ്പേരുകളായി, കടബാധ്യതകളായി, തകർച്ചകളായി, രോഗങ്ങളായി ഇങ്ങനെ നിങ്ങളെ വിടാതെ പിന്തുടരുന്നതിന്റെ പിന്നിലെ കാരണം എന്താന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ മേലുള്ള കോളിംഗ് ആണ്, നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അനോയിന്റിംഗ് ആണ്, നിങ്ങളുടെ മേലുള്ള തെരഞ്ഞെടുപ്പാണ്, നിങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതികളാണ്. ഇത് തകർക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ തൊടണം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ ദൈവിക പദ്ധതിക്കകത്തുള്ള കാര്യങ്ങൾ തകർക്കണമെങ്കിൽ നിങ്ങൾ എന്ന വ്യക്തിയെ തൊടണം, നിങ്ങളുടെ ഹൃദയത്തെ തൊടണം. സോ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിന്റെ പേരിൽ ഒരു വലിയ ഡെലിവറൻസ് നടക്കട്ടെ. ഇന്ന് രാത്രി ഒരു ഡെലിവറൻസ് നടക്കട്ടെ. എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ചേ. എല്ലാ ദൈവമക്കളും ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് ഇൻ ദ പവർഫുൾ നെയിം ഓഫ് ജീസസ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഒത്തിരി വാഗ്ദത്തങ്ങൾ കേട്ടവർ ഇതിനകത്തുണ്ട്, ഒത്തിരി ഗിഫ്റ്റഡ് ആയവർ ഇതിനകത്തുണ്ട്, ഒത്തിരി അഭിഷേകമുള്ളവരുണ്ട്, ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നവരുണ്ട്, ശുശ്രൂഷയിലായിരിക്കുന്നവരുണ്ട്. പക്ഷെ എവിടെയൊക്കെയോ ഇവരെ ബ്ലോക്ക് ചെയ്യുന്നത് പോലത്തെ അവസ്ഥകൾ, ഇവരുടെ മേലുള്ള തിരഞ്ഞെടുപ്പുകളിൽ ഒന്നും ഇവർക്ക് ഉറച്ചു നിൽക്കാൻ പറ്റാത്തതുപോലത്തെ അവസ്ഥകൾ, ഇവരെ ഒന്നൊരു ഓപ്പണിംഗിലേക്ക് വിടാത്തതുപോലത്തെ അവസ്ഥകൾ. ഇന്ന് ലുദിയയെ സന്ദർശിച്ച അത്ഭുതനാഥൻ, ലിബ്രോട്ടോ സാക്രഡിമ അന്ത ഇന്ന് ഈ പ്രിയപ്പെട്ടവരെ സന്ദർശിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകല വ്യാപാര ശക്തികളും, ഇരുട്ടിന്റെ സകല ആധിപത്യങ്ങളും, ഇരുട്ടിന്റെ സകല സ്വാധീനങ്ങളും ഇവരിൽ നിന്ന് തകർന്നു മാറട്ടെ. ഒരു ഓപ്പണിംഗ് നടക്കുവാൻ ഇവരുടെ മനസ്സിനെ വിലക്കിയത്, ഇവരുടെ ഹൃദയത്തെ വിലക്കിയത്, ഇവരുടെ ചിന്തകളെ വിലക്കിയത് ഈ സെക്കൻഡിൽ ക്യാൻസൽ ചെയ്യും. ദൈവം വിളിച്ച വിളിയിലേക്ക് ചിലർ കയറി വരട്ടെ. രാത്രി ദൈവം വിളിച്ച വിളിയിലേക്ക് ചിലർ കയറി വരട്ടെ. ദൈവമിട്ട അഭിഷേകത്തിന് ഒത്തവണ്ണമുള്ള ജ്വലനങ്ങൾ നടക്കട്ടെ. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾക്കൊത്തവണ്ണമുള്ള ചില തിരിവുകൾ ഇന്ന് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംഭവിക്കട്ടെ. റിലീസാകട്ടെ. കെട്ടുകൾ അഴിഞ്ഞു തുടങ്ങട്ടെ. സകല മനുഷ്യന്റെ കെട്ടുകൾ അഴിഞ്ഞു തുടങ്ങട്ടെ. ആ പ്രോമിസിലേക്ക് കയറി വരാൻ പറ്റാതെ, കൃപയിലേക്ക് കയറി വരാൻ പറ്റാതെ, ശക്തിയിലേക്ക് കയറി വരാൻ പറ്റാതെ ലോക്കായിരിക്കുന്ന അവസ്ഥകൾ ക്യാൻസൽ ആകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ചിലരുടെ മേൽ ഒരു ഭയങ്കര ക്രൗൺ കൊണ്ട് വെക്കുകയാണ്. ചില ക്രൗൺ കൊണ്ട് വെക്കുന്നത് പോലെ, ഒരു കിരീടം കൊണ്ട് വെക്കുന്നത് പോലെ ചിലരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ ഒരു കാഴ്ച എന്നെ കാണിക്കും. ഒരു പുതിയൊരു കിരീടം കൊണ്ട് ചിലരെ ചൂടിക്കുന്നത് പോലെ ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് സംഭവിക്കുകയാണ്. ചിലരുടെ മേൽ അതെ അപ്പോസ്തലൻ കൈവെച്ചതുപോലെ ചിലരെ കർത്താവ് കൈവയ്ക്കുകയാണ്. അപ്പോസ്തലൻ കൈവെച്ചപ്പോൾ ചിലർ ജ്വലിച്ചതുപോലെ ഇന്ന് ചിലർ ജ്വലിക്കുന്ന ഒരു കാഴ്ച. യെസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. വിശ്വസിക്കുന്നവരുടെ മേൽ അത് സംഭവിക്കട്ടെ. In the powerful name of Jesus. Powerful name of Jesus. പിതാവേ, ഇന്ന് അവിടുന്ന് അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി പറയും. മഹത്വത്തിന്റെ കരം ഇവരെ തൊട്ടതിനായി സ്തോത്രം ചെയ്യും. ഉയരത്തിൽ ശക്തി ഇവരെ സന്ദർശിച്ചതിനായി സ്തോത്രം ചെയ്യും. ഞാൻ ഇവരെ നിറഞ്ഞ മനസ്സോട് അനുഗ്രഹിക്കുന്നു. ഇവരൊരു അനുഗ്രഹമായിരിക്കട്ടെ. അതിന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ലിങ്കുകൾ പരമാവധി ഷെയർ ചെയ്യുക.
ഞങ്ങളുടെ രാവിലെയും വൈകുന്നേരവും നടക്കുന്ന മീറ്റിംഗിൽ നിങ്ങൾ തുടർമാനമായി പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ വലിയ വലിയ അനുഗ്രഹങ്ങളിലേക്കാണ് ഇനിയുള്ള ദിവസങ്ങളിൽ വീണ്ടും വീണ്ടും കൊണ്ടുപോകാൻ പോകുന്നത്. ഇതൊരു തുറവി നടന്നിട്ടുണ്ട്. നിങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും.